ഞങ്ങൾ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. നടപടിയെടുത്തല്ലോ, പ്രാഥമിക CPM ഇത്തരം അംഗത്വത്തിൽ നിന്ന് കേസുകൾ പോലും ഒഴിവാക്കിയല്ലോ എന്ന് പറയുമ്പോൾ എന്ത് നടപടിയാണ് MLA-മാരായ എം വിൻസെന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നൊരു മറുചോദ്യമുണ്ടല്ലോ. രണ്ടുപേരും ബലാത്സംഗ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവരാണ്. MLA-മാരായ എം വിൽസന്റെ കാര്യത്തിലുണ്ടായ കോടതി നടപടി എന്തായിരുന്നു? ഇതിനകത്ത് വളരെ കൃത്യമായി കോടതിയുടെ വിധി വന്നില്ലേ? ഇതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിക്കോ നിയമപരമായ സാങ്കേതികത്വങ്ങൾക്കോ കാത്തു നിൽക്കാതെ വളരെ കൃത്യമായി ഈ പറയുന്ന പരാതികൾ അതിന്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ചോദിക്കാനുള്ള എന്ത് ധാർമ്മികതയാണ് ഇവിടെ കേരളത്തിൽ? എന്ത് വിധി വന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞത്? ഹലോ, കേൾക്കുന്നത്? എം വിൻസെന്റിന്റെ കാര്യത്തിൽ ഇപ്പോ കോടതിയുടെ വിചാരണ നേരിടുകയാണ്. ഇതുപോലത്തെ സമാന സാഹചര്യം ആയിരുന്നു. അല്ലല്ല, വിചാരണ നേരിടുകയാണ്, വിധിയൊന്നും വന്നിട്ടില്ല. ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായത് എന്ന് താങ്കൾക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിനൊരു സ്പെഷ്യൽ കേസായി കണ്ടുകൊണ്ട് ഈ പറയുന്ന സാഹചര്യത്തിൽ കൃത്യമായി കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ലേ? പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും CPI-നെ വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു, സമാനമായ ആരോപണങ്ങൾ നേരിട്ട രണ്ടുപേരുണ്ടല്ലോ കോൺഗ്രസിനകത്തും, വിൻസെന്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും. അവർ ഈ എം വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിലുണ്ട്. അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയും സമാനമായ കേസിൽ വിചാരണ നേരിടുകയാണ്. എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ നടപടിയൊന്നും എടുക്കാത്തതിനെ കുറിച്ചാണ്. അപ്പോൾ തിരിച്ചവരുടെ ചോദ്യം അതാണ്, നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നാണ്. അല്ല, ഇവിടെ മുകേഷിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഇക്കാര്യത്തിൽ ഒരു തുറന്ന സംവാദത്തിന്, തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നേ. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാഹുലിനെതിരെ ചില പരാതികൾ ഉന്നയിക്കപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ ആ ചർച്ച ചെയ്ത ആ പരാതി ഉന്നയിച്ച സ്ത്രീകൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഈ പരാതിക്കാരികളും രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാരടക്കം ഈ പാർട്ടിയിൽ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ പുറത്തുപോയി, പക്ഷെ CPM-ന്റെ സാഹചര്യം എന്താ? പി കെ ശശിക്കെതിരെ പരാതി പറഞ്ഞ ആ DYFI-കാരി SFI-കാരി ആയിരുന്ന വനിതാ നേതാവ് ഇപ്പോൾ എവിടെയാ? അവർ ആ പാർട്ടിയിലുമില്ല, പൊതുമണ്ഡലത്തിലേ ഇല്ല. PK ശശിക്കെതിരെ പരാതി പറഞ്ഞ ആളുമില്ല, ശശിക്കെതിരെ പരാതി പറഞ്ഞ ആളുകളുമില്ല. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അതേ ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ വ്യതിരക്തത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് CPM പരാതിക്കാരികളെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആരുടെ മേലാണോ പരാതി ഉന്നയിക്കപ്പെട്ടത് ആ ആളുകൾ അതേ ഉന്നത സ്ഥാനത്ത് നിന്ന് തുടരുമ്പോൾ ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, PK ശശി KTDC ചെയർപേഴ്സൺ, കോൺഗ്രസ് മാതൃകാപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളടക്കം ഇപ്പോഴും ആ പാർട്ടിയിൽ സജീവമായി നിൽക്കുകയും ചെയ്തു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് വളരെ ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടെ ആധികാരികമായി പറയാൻ കഴിയും. CPM-ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ശശിക്കെതിരെ പരാതി പറഞ്ഞ സ്ത്രീ ആ DYFI-യുടെ SFI-യുടെ നേതാവ് ഇപ്പോൾ CPM. അതായത് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം, കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ധാർമ്മികതയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ അടിസ്ഥാനമാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്ന ആളുകൾക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുക്കും, മാതൃകാപരമായ നടപടിയെടുക്കും എന്നതാണ് നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ മാനദണ്ഡങ്ങൾ, ഈ സ്കെയിൽ അത് വിൻസെന്റിന്റെ കാര്യത്തിലും എൽദോസിന്റെ കാര്യത്തിലും ഒക്കെ ബാധകമാകേണ്ടതാണ്. കാരണം ഇരുവരും നേരിടുന്നത് ബലാത്സംഗ കേസുകളിൽ ആണ് ആ വിചാരണ നേരിടുന്നത്. അതിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 2022 ഉയർന്നു വന്നിരിക്കുന്നത് അവരെ പലതവണ പീഡിപ്പിച്ചുവെന്നും വധിക്കാൻ ശ്രമിച്ചുവെന്നും കാട്ടിയിട്ട് ഒരു അധ്യാപിക കൊടുത്ത കേസാണ്. അപ്പോൾ ധാർമ്മികതയാണ് കോൺഗ്രസ് ഞങ്ങളെടുത്ത നടപടിയുടെ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് വിൻസെന്റിന്റെയും ഒക്കെ കാര്യത്തിൽ, എൽദോസിന്റെയും ഒക്കെ കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ശരി, പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാഹുൽ, അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നതല്ലേ സർക്കാരിനെ സംബന്ധിച്ച് പോലീസിന് സംവിധാനങ്ങൾക്ക് ഏറ്റവും മേന്മയോടുകൂടി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അവർക്ക് സഹായം നൽകുന്നു എന്ന ആക്ഷേപം എങ്ങനെ ഉന്നയിക്കാൻ കഴിയും? അല്ല, ഇത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി വിശദീകരിച്ചതാണല്ലോ.
ഈ പരാതി അദ്ദേഹത്തിനെതിരെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴും പബ്ലിക് ഫംഗ്ഷനിൽ ഈ പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടല്ലോ. കേരളത്തിലെ പോലീസിന് അസാധ്യമായ ഒന്നാണോ അദ്ദേഹത്തെ പിന്തുടരുക എന്ന് പറയുന്നത്? വളരെ കൃത്യമായി അത് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലേ. പക്ഷെ അതിനുപരി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവമായി അത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് CPM-ന്റെ ആവശ്യമാണെന്നേ. CPM-ന് ഈ വിഷയത്തിൽ ഇരകളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നല്ല, CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടം മാത്രമാണെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ ഇരകൾക്ക് നീതി കിട്ടണം, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അത്തരം ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയമായ പരിരക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ള കൃത്യമായൊരു മെസ്സേജ് കൊടുത്തു. പക്ഷേ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആരായിരുന്നു? ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ. സത്യത്തിൽ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ ഗോപികൃഷ്ണൻ? ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശബരിമലയൊക്കെ വന്ന ഘട്ടത്തിൽ, ഇത്തരം ആരോപണങ്ങൾ വളരെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ അവസാനം ഈ ഘട്ടത്തിലെങ്കിലും മുന്നോട്ട് പോകേണ്ടതെന്ന് സർക്കാർ തോന്നുക. കോൺഗ്രസ് കൃത്യമായി ഈ അധ്യായം എന്നേക്കുമായി അടച്ച് അവസാനിപ്പിച്ച് അടിവരയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ CPM-നെ സംബന്ധിച്ച്, CPM നയിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയം വളരെ സജീവമായി നിലനിൽക്കണം. ഈ സർക്കാരിനെ വിചാരണ ചെയ്യുന്ന സജീവമായ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്. അതിൽ ശബരിമലയുണ്ട്. ഈ സർക്കാരിന്റെ സംഘപരിവാർ അനുകൂല നയനിലപാടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.